ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഹിമാചൽ പ്രദേശിലെ കുളു ഡിസ്ട്രിക്റ്റിലുള്ള മാണിക്കാരൻ ഗുരുദ്വാര എന്ന് പറയുന്ന അമ്പലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന നദിയുടെ പേരാണ് പാർവതി നദി. മാണിക്കാരൻ ഗുരുദ്വാര എന്ന് പേര് വരാൻ കാരണം ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കാണുന്ന സിഖുകാരുടെ ഗുരുദ്വാരയാണ്. അമ്പലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, എത്ര മഞ്ഞ് വീഴുന്ന സമയത്തും അമ്പലത്തിന് മുന്നിലുള്ള തീർത്ഥക്കുളത്തിൽ വെള്ളം തിളച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പോകാം. शारात्रिसन्ताशगौरं गभीरं नो भूतकोटिप्रभाश्रीशरीरं स्फुरन्मौलिकल्लोलिनी चाप्तङ्गा लसद्भारबालेन्दुकण्. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ തീർത്ഥക്കുളം. ഇതിൽ താഴ്ത്തി വെച്ചിരിക്കുന്നത് അമ്പലത്തിലേക്കുള്ള നിവേദ്യമായ അരിയും കടലയുമാണ്. ഇവിടെ എപ്പോഴും നനച്ചു കൊടുക്കുന്നത് നമുക്ക് അധിക നേരം നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ പലക ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്ക് നിൽക്കാനും അമ്പലത്തിലേക്ക് നടന്നു പോകാനും വേണ്ടിയാണ്. ഇവിടെ നമുക്ക് സ്വന്തമായി നിവേദിക്കാൻ അരിയും കടലയും ചെറു കിഴികളിൽ ലഭിക്കുന്നതാണ്. ഞങ്ങളും 3-4 കിഴി വാങ്ങി തീർത്ഥക്കുളത്തിലേക്ക് താഴ്ത്തി വെച്ചു. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, ഒരു ദിവസം ശിവഭഗവാനും പാർവതി ദേവിയും ഈ സ്ഥലത്ത് എത്തിപ്പെടുകയും ഈ സ്ഥലം പാർവതി ദേവിക്കും ശിവഭഗവാനും ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഫലമായി 11,000 വർഷം ശിവഭഗവാനും പാർവതി ദേവിയും തപസ് ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം നമ്മൾ മുന്നേ കണ്ട പാർവതി നദിയിൽ പാർവതി ദേവി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ കമ്മലിൻ്റെ മണി ആ നദിയിൽ വീണു പോകുകയും ഇതറിഞ്ഞ് ശിവഭഗവാൻ ഗണങ്ങളോട് അത് തിരഞ്ഞു കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് അന്വേഷിച്ചിട്ടും ആ മണി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതറിഞ്ഞ് ശിവഭഗവാൻ ക്രോധത്തിൽ തൃക്കണ്ണ് തുറക്കുകയും അതിൻ്റെ ഫലമായി ഒരു ശക്തി ഉത്ഭവിക്കുകയും ചെയ്തു. ആ ശക്തിയാണ് മാതാ നയനാദേവി. മാതാ നയനാദേവി ശിവഭഗവാനോട് പറഞ്ഞു, പാർവതി ദേവിയുടെ കമ്മലിൻ്റെ മണി പാതാളത്തിൽ ശേഷനാഗത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നു. എല്ലാ ദേവഗണങ്ങളും ശേഷനാഗത്തിൻ്റെ അടുക്കൽ പോയി മണി നൽകുന്നതിനായി പ്രാർത്ഥിച്ചു. ശേഷനാഗം മണി നൽകുകയും അതോടൊപ്പം ദേഷ്യത്തിൽ തീ തുപ്പുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായാണ് അവിടെ ചൂടുവെള്ളത്തിൻ്റെ ധാര ഉത്ഭവിച്ചതെന്നും മണി കിട്ടിയതിൻ്റെ പേരിൽ പാർവതി ദേവിയും ശിവഭഗവാനും വളരെ സന്തോഷിച്ചെന്നും അതിൻ്റെ ഭാഗമായാണ് ഈ സ്ഥലത്തിന് മാണിക്കാരൻ എന്ന പേര് ലഭിച്ചതെന്നും അറിയപ്പെടുന്നു. विभुं व्यापकं ब्रह्मवेदस्वरूपम् निजं निर्गुणं निर्विकल्पं निरीहम् आकाशवासं भजेन निराकार लोकार मूलं तुरीयम् गिराव्यान लोकीतमीशं गिरीशम्. നാട്ടിൽ നിന്ന് വന്ന് കണ്ടവർക്ക് ഇതൊരത്ഭുതവും 3-4 തവണ വന്ന് തൊഴുത ഞങ്ങൾക്ക് മനസ്സിനെന്തോ ഒരു തൃപ്തിയുമായിരുന്നു.
ഹിമാചലിൽ നിന്നും ഇങ്ങോട്ട് പോരുമ്പോൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഒരുപാട് അമ്പലങ്ങളും ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും മഞ്ഞും മലയും എല്ലാം മിസ് ചെയ്യും. വീണ്ടും അവിടേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ലോലിനി ചാരുഗംഗാ ലസത്ഭാല ബാലേ